ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് SBI ഓൺലൈൻ എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് 10,000 രൂപ വരെ ഒറ്റയടിക്ക് ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഇതിൻ്റെ പരമാവധി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഏറ്റവും എളുപ്പത്തിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇന്ന് നമുക്ക് ക്വിക്ക് ട്രാൻസ്ഫർ വഴി എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇൻ്റർനെറ്റ് ബാങ്കിങ് ID യൂസ് ചെയ്തിട്ട് SBI വെബ്സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. ഇതിൽ നമ്മളിവിടെ പേയ്മെൻറ്റ് ഓർ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ക്വിക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു സ്ക്രീൻ കിട്ടുന്നത്. ഇതിൽ നമ്മൾ ബെനിഫിഷ്യറിയുടെ, അതായത് നമുക്ക് ആർക്കാണോ തുക അയക്കേണ്ടത് അവരുടെ നെയിമും അതേപോലെ അക്കൗണ്ട് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളിടത്ത് വിത്തിൻ SBI അല്ലാന്നുണ്ടെങ്കിൽ അതർ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ അയക്കാൻ പോകുന്നത് SBIയിൽ തന്നെ ഉള്ള ഒരു അക്കൗണ്ടിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിത്തിൻ SBI എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതർ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്ക് SBIയിൽ തന്നെയുള്ള അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വിത്തിൻ SBI എന്നുള്ള ഓപ്ഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നമുക്ക് എത്രയാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്, അതിന് നിങ്ങൾ എന്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം I accept the terms and conditions എന്നുള്ള മാർക്ക് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും, അതൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ ഈ ഒരു നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡാണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ കൺഫേം ഓപ്ഷൻ അടിച്ചു കൊടുത്താൽ നമ്മുടെ എമൗണ്ട് ഡിഡക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്.